LSG ക്യാപ്റ്റൻ ഋഷഭ് പന്തിൻ്റെ ക്യാപ്റ്റൻസി തെറിക്കും എന്നുള്ള സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് അടുത്ത സീസണിൽ അവർ മോസ്റ്റ്ലി പുതിയ ക്യാപ്റ്റനെ നോക്കും എന്നുള്ള രീതിയിലൊരു സൂചനയാണ് ഇന്നലെ അവരുടെ ഹെഡ് കോച്ച് അതായത് ജസ്റ്റിൻ ലാംഗർ പുറത്തുവിട്ടത്. അപ്പം കാര്യം എന്തൊക്കെയാണെങ്കിലും എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ജസ്റ്റിൻ ലാംഗറും ഈ ഒരു സപ്പോർട്ട് സ്റ്റാഫിൽ അടുത്ത വർഷത്തേക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. കാരണം നമുക്കറിയാം ഓരോ ലോസിന് ശേഷവും ഓരോ മാച്ചിന് ശേഷവും ക്യാമറ സൂം ചെയ്യുന്നത് മെയിൻലി അവരുടെ മുതലാളിയായ ഗോയങ്കയുടെ മുഖത്തേക്കാണ്. പുള്ളി ഓരോ കളിയിലും LSG തോക്കുന്ന മിക്ക കളിയിലും തന്നെ പുള്ളി അത്ര നല്ലൊരു മുഖത്തോടു കൂടിയല്ല എന്നിരുന്നാലും കഴിഞ്ഞ സീസണിലൊക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളിയുടെ റിയാക്ഷൻ കൂടുതൽ പക്വത ഉള്ളതായി മാറിയിരിക്കുന്നു. അപ്പം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പൈസ ഇറക്കിയ ഒരു മുതലാളിയല്ലേ, പുള്ളിക്ക് കളി തോക്കുന്ന കാണുമ്പം അല്ലെങ്കിൽ ടീമൊക്കെ തോക്കുന്ന കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടാകാതിരിക്കില്ലല്ലോ, അതൊരു സ്വാഭാവികമായ കാര്യം. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് ഈ ഒരു ഋഷഭ് പന്തിൻ്റെ ഒക്കെ മൊത്തത്തിലൊരു പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവർ മെഗാ ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുന്നേ റീറ്റെയിൻ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയർ എന്ന് പറയുന്നത് മിക്കവാറും മിച്ചൽ മാർഷ് ഉണ്ടാവും, ജോഷ് ഇംഗ്ലീസ് ഉണ്ടാവും, പിന്നെ ഇന്ത്യൻ പ്ലേയേഴ്സായിട്ട് അതിൻ്റെ അകത്ത് സൈഡിൽ നിന്ന് അങ്ങനെ റിട്ടേൺ ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ എന്ന് പറയുന്നത് മിക്കവാറും ഒരു മുഹമ്മദ് ഷമിയെ റിട്ടേൺ ചെയ്യാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. പിന്നെ മോഹസിൻ ഖാനും പ്രിൻസ് യാദവിനെ അവരെങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ റിട്ടേൺ ചെയ്താൽ നല്ലതായിരിക്കും. കാരണം അവരുടെ ഒരു പേസ് ബാറ്ററി എന്ന് പറയുന്നത് അവരാണ് മെയിൻലി. ഇപ്പോൾ ഒരു ശോകമായ സീസണിലായിരുന്നെങ്കിൽ പോലും നല്ലൊരു മികച്ച രീതിയിൽ അവരുടെ ബോളിംഗ് യൂണിറ്റ് ഓൾമോസ്റ്റ് എല്ലാ മാച്ചിലും തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പരിക്ക് കാരണം നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കുന്ന മയങ്ക് യാദവിനെയൊക്കെ റിട്ടേൺ ചെയ്യുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. അപ്പം എങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ LSGയുടെ ഒപ്പം ഋഷഭ് പന്തിൻ്റെ ഇതൊരു ലാസ്റ്റ് സീസൺ ആയിരിക്കും. ഇനി ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ ഹിസ്റ്റോറിക്കലായിട്ട് പെർഫോമൻസ് മാത്രം ഒരു സ്റ്റാർ വാല്യൂ ബേസ് ചെയ്തിട്ട് പുള്ളിക്ക് പുതിയ ടീം കിട്ടിയെങ്കിലായി. കാരണം പുള്ളിയുടെ ഇപ്പോൾ റീസെൻറ്റ് പാസ്റ്റിൽ അത്ര മികച്ചൊരു പെർഫോമൻസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലൊന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല. പുള്ളി ഇറങ്ങിയ കളികളൊക്കെ ആണെങ്കിൽ സ്ട്രൈക്ക് റേറ്റ് ഒക്കെ തീർത്തും മോശമായിട്ടുള്ളതാണ്. പുള്ളിക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള പൊസിഷൻ പോലും പുള്ളിക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എന്തിരുന്നു കഴിഞ്ഞാലും നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.